ഹായ് കൂട്ടുകാരെ, മസ്കറ്റ് നൈറ്റ്സിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഓരോരോ രാജ്യങ്ങളുടെ കാഴ്ചകളാണ് കാണാനുള്ളത്. അതായത് അവിടെ എന്തൊക്കെയാണുള്ളത്, അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസുകൾ, ഫുഡുകൾ, വസ്ത്രങ്ങൾ, ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ കുറേ വീടുകൾ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് ഓരോ വാതിലിലൂടെ അകത്തേക്ക് കയറുമ്പോഴാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. ഓരോ രാജ്യങ്ങളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ടാവും. ഫ്രണ്ടിൽ തന്നെ അവിടുത്തെ എന്തൊക്കെയാണുള്ളതെന്ന് എഴുതി വച്ചിട്ടുണ്ടാവും. അവിടെയുള്ള കാഴ്ചകൾ ഒക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. പലരുടെയും മുഖം വരാത്ത രീതിയിലാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് ചില വീഡിയോസൊക്കെ നന്നായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓടിച്ചങ്ങ് എടുത്ത് പോയിട്ടേ ഉള്ളൂ. എങ്കിലും പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ കയറിയപ്പോൾ ഇവിടെ പലതും അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. അത് ഇവിടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പലതും ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഡബ് ചെയ്തിരിക്കുകയാണ്. കാരണം പാട്ടുള്ളത് കൊണ്ട് പാട്ട് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. اصبري لا تروح الشمس. جربي هذا كعب الغزال. مين يكسب اهو؟ وين الخامسة؟ بعدين. ഇവിടെ ഒരു പെർഫ്യൂം വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഈ പെർഫ്യൂം നല്ല മണമാണ്, നല്ല മണം. അതായത് നമ്മൾ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെയൊക്കെ ഈ മണം നിൽക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ കയ്യിൽ ഈ സ്പ്രേ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് ഇവിടെ വച്ച് ഇത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് വാങ്ങാൻ കരുതി. 2 സ്പ്രേ വാങ്ങിച്ചപ്പോൾ 2 അത്തർ കൂടി അവരതിനോടൊപ്പം ഫ്രീ ആയിട്ട് തന്നു. സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ നേരെ പിന്നെ കയറി വന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് കാണാം. പല സ്ഥലങ്ങളിലും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞോ നോക്കിയാലോ. पुचका है, पुचका। बंगाल का पुचका। बंगाल का पुचका।
മുറിക്കരുത്. ഇപ്പോഴും ഒഴിക്കണ്ടേ? ഇത് വെച്ചിട്ട് അത് എടുത്തു കൊടുക്കാം. ഈജിപ്ത്. Hello. Hi, Mom. കണ്ട ഇതുകളെ ഇപ്പോൾ നമ്മൾ കയറിയത് നേപ്പാളിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറിയപ്പം ഇവിടെ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇവിടെ കയറിയപ്പം ഞങ്ങൾ ശരിക്കും നമ്മുടെ ജഗതി ചേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കയറിയത്. യോധ എന്ന സിനിമയിൽ നേപ്പാളിൽ പോകുന്നതും അവിടെ ചെന്നിട്ട് നേപ്പാളി മാമിയെ കാണുമ്പോൾ സംസാരിക്കുന്നതും അവിടെയുള്ള തമാശകളും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോയത്. ശരിക്കും നേപ്പാളിൽ നിന്ന് കേൾക്കുമ്പോൾ നേപ്പാളിലെ മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ എന്നൊക്കെ ജഗതി പറയുമല്ലോ, ആ ഡയലോഗൊക്കെ ഓർത്താണ് പോയത്. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു അനുഭവം. يمن هني يمن هذا بيور نمبر 1 سوقر هذا هني مني اكل بعدين مني സിസ്റ്ററിന് വരുന്നു. تعالوا نتستلكم പൊതുപ്പിന് പരിശീലന കഥ നടക്കും. വിളിക്കുമ്പോൾ നോക്കണോ നിങ്ങൾ കണ്ടോ? ഇത് വേണോ മമ്മി? സുഡാനി പം സുഡാനി ഇതെടാ ഇതൊരു പുകമായി. ശ്രീലങ്ക ഇത് പാകിസ്ഥാനാണ്. ഇവിടെ ഞങ്ങൾ കയറിയപ്പോൾ ഇവിടെ ഒരു സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ആ സോങ് കളഞ്ഞിട്ടാണ് ഇടുന്നത്.
ഓരോ രാജ്യത്ത് കയറുമ്പോഴും അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ഐറ്റംസ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അതാണിപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ. മാക്സിമം ആളുകളൊന്നും വരാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ അറേഞ്ച്മെൻറ്റ്സുകൾ അവർ ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഒരുപാട് തരത്തിലുള്ള ഡ്രസ്സസ് മറ്റുമാണ്. എന്തായാലും അപ്പോഴേക്കും കുറച്ച് രാത്രിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ കുറച്ച് രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും പാടിയിട്ടുണ്ട്. നമ്മൾ ഓരോ ഏരിയ ചെല്ലുമ്പോഴും അവരുടെ നാട്ടിലുള്ള പാട്ടുകൾ അവരിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും വേണ്ടാന്ന് കരുതിയിട്ടെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇവിടെ അവരുടേതായിട്ടുള്ള കടകളും മറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ അവിടുത്തെ എന്തൊക്കെയാണ് ഉള്ളത് അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അപ്പോൾ അവിടെ മസ്കറ്റ് നൈറ്റ്സ് എന്നൊക്കെ എഴുതി ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ കഴിഞ്ഞ വർഷമായിരുന്നു കുറച്ചും കൂടി ആ ഗ്ലോബൽ വില്ലേജിൽ ഐറ്റംസൊക്കെ കാണാൻ ഭംഗിയുണ്ടായിരുന്നത്. ഇപ്പോൾ സാധനങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കുറവാണ്. പലതും ചെയ്ത് വച്ചത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു, പലതും ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നു. കൊച്ചിവിടെ ചായ കുടിച്ചോളാൻ പറഞ്ഞിരിക്കുക. ഞങ്ങൾ ഇന്നലെ കണക്ക് വീണ്ടും അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കുറച്ചും കൂടെ വൃത്തിയുള്ള ടേബിളാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ടേബിൾ ഓർമ്മയിലുണ്ടോ? അടിപൊളിയായിരുന്നു അല്ലേ? ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഇനി നമുക്ക് തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് കാഴ്ചകൾ ഓരോ ഏരിയകളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് കാണാനുണ്ട്. നമ്മൾ ഏത് വഴിയിൽ കൂടി പോയാലും പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഓരോ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് കാണാം. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം ഇവിടെ ഒരു സ്റ്റേജ് കണ്ടു. ഇവിടുത്തെ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസുകളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കാത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സമയം വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്തേക്ക് സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3:30 പോയിട്ട് ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ കണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കില്ല. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6:30 മണി ആയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ആകാശ കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു. മൊബൈൽ ക്യാമറയിൽ അത്ര നന്നായിട്ട് പകർത്താനൊന്നും കഴിഞ്ഞില്ല. എങ്കിലും നേരിൽ കാണാനാണ് അടിപൊളി. അപ്പോൾ ഈ ആകാശ കാഴ്ചകൾ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഏത് ഏരിയയിൽ കൂടി നമ്മൾ പോയാലും അവിടെയൊക്കെ പാട്ടുകളുണ്ടായിരുന്നു. പല പല ലാംഗ്വേജസ് എൻ്റെ പാട്ടുകളായിരുന്നു. മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ പാട്ടുകളും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ കളഞ്ഞതാണ്. രാത്രിയായി തുടങ്ങിയപ്പോഴേക്കും ലൈറ്റുകൾ ഓരോന്നും തെളിഞ്ഞു തുടങ്ങി. കുഞ്ഞുമക്കളൊക്കെ അവിടെ പോയിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഈ ലൈറ്റിൻ്റെ അകത്തൂടി വീഴുന്നത് ശരിക്കും വെള്ളമാണ്. നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ വെള്ളം തെറിച്ച് വീഴും. അവിടെയൊക്കെ പോയെന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോട്ടോ എടുക്കുമോ വീഡിയോ എടുക്കുമോ എന്ത് ചെയ്യുന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും വീഡിയോ എടുക്കുന്നതിലാണ് ഫോക്കസ് ചെയ്തത്. ശങ്കുരുക്കുട്ടൻ ഒരുപാട് ഫോട്ടോസൊക്കെ അവിടെ പോയി നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടോ? ലൈറ്റുകൾ മിന്നി പറഞ്ഞ് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ടെക്നോളജി എന്ന് പറഞ്ഞാലും ഇതൊക്കെ ചെയ്യുന്ന ആളുകളുടെ ബുദ്ധി അത് നമ്മൾ എത്ര അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? ഫോട്ടോ